بسم الله الرحمن الرحيم. അസ്സലാമു അലൈക്കും. മലക്കുകളെ നാച്ചുറലുള്ള ഒരു സാധനം നമ്മളെ ശരീരത്തിലുണ്ട്, അതാണ് കൽബ്. അതിന്റെ സ്വഭാവം ആത്മസ്വഭാവമാണ്, ആത്മീയതയിലുള്ളത്. അതിന് ഭൗതികതയുമായിട്ട് യാതൊരു ബന്ധമില്ല. അപ്പൊ കൽബിനെ ഉണർത്തേണ്ട വിഷയം എങ്ങനെയാണ്? കൽബിനെ ഉണർത്തേണ്ടത് കൽബിൻ്റെതായ ഒരു ദിക്കറുണ്ട്. ആ ദിക്കറിനെ കൊണ്ടല്ലാതെ കൽബ് ഉണരൂല. അള്ളാഹു എന്നുള്ള ദിക്കറാണ്. അപ്പൊ കൽബിനെ ഉണർത്താനുള്ള ദിക്കർ അള്ളാഹു എന്ന ദിക്കറാണ്. അപ്പൊ കൽബിൻ്റെതായ ദിക്കർ, ആ ദിക്കർ നമ്മള് അള്ളാഹു തആല ഇജാസിയത്ത് ഇതിന് കൊടുത്ത ഒരു കാമില ഷെയ്ഖിൽ നിന്നും സ്വീകരിച്ചുകൊണ്ട് കൽബിനെ ഹയാത്താക്കണം. കൽബിനെ ഹയാത്താക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് തുടക്കത്തിൽ കൽബ് കൊണ്ട് നാവ് കൊണ്ട് ഉച്ചരിക്കുന്ന പോലെ കൽബിന്റെ മിടിപ്പ് കൊണ്ട് അള്ളാഹു അള്ളാഹു എന്ന് ഉച്ചരിപ്പിക്കണം. അങ്ങനെ ഉച്ചരിക്കുന്ന കൽബിന്റെ ബൈ പ്രൊഡക്റ്റ് ആണ് എന്ത്? കൽബ് എന്നുള്ളത്, ആത്മീയമായ ഹൃദയം എന്നുള്ളത്. അത്തരക്കാരെ ഒരാൾക്ക് ദാക്കറെ കൽബി എന്ന് പറയും. ഇത് തസൂഫിന്റെ സ്റ്റാർട്ടിംഗ് ആണ്, ഇസ്ലാമിന്റെ സ്റ്റാർട്ടിംഗ് ആണ്, എല്ലാത്തിന്റെയും സ്റ്റാർട്ടിംഗ് ആണ്. അപ്പൊ ഈ സ്റ്റാർട്ടിങ് കൊണ്ട് തുടങ്ങുമ്പോഴാണ് അതിൽ ബർക്കത്ത് വരുന്നത്, അല്ലെങ്കിൽ ശരിയായി തീരുന്നത്. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിസ്മി കൊണ്ട് തുടങ്ങാൻ പറഞ്ഞത്. ദീന് ബിസ്മി കൊണ്ട് തുടങ്ങണം. ഇഖ്റ ബിസ്മി റബ്ബിക എന്ന് പറഞ്ഞാല് അത് എല്ലാവർക്കും അറിയാം, ഖുർആന്റെ തുടക്കാണ്. അതേപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഹീന്റെ തുടക്കാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽബിന്റെ തുടക്കാണ്. കൽബിനോടുള്ള കൽപ്പനയാണ് ഇഖ്റ ബിസ്മി റബ്ബിക എന്നുള്ളത്. അതേപോലെ ഓരോരുത്തരും അവരവരുടെ കൽബിനോട് ഈ കൽപ്പന കിട്ടേണ്ട രീതിയിൽ പരിശീലിപ്പിക്കേണ്ടതുണ്ട്. അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ജിബ്രീൽ വന്നുകൊണ്ട് ഇഖ്റ ബിസ്മി റബ്ബിക എന്ന് പറഞ്ഞ പോലെ നമ്മുടെ കാമില ഷെയ്ഖ് വന്നുകൊണ്ട് നമ്മളെ കൽബിനോട് ഇഖ്റ ബിസ്മി റബ്ബിക എന്ന് പറയണം. അങ്ങനെ അവിടുന്ന് അള്ളാഹുവിന്റെ നാമം നമ്മളെ കൽബ് ഉച്ചരിക്കുന്ന സമയത്ത് നമ്മൾ മൂമിനായി തീരും. നമ്മളെ കഷ്ഫ് വഹി ഒക്കെ അവിടെ തുടങ്ങും. അതേപോലെ നമ്മളിൽ നിന്നും ഖുറാന്റേതായിട്ടുള്ള തഫ്സീറുകൾ, തോന്നലുകൾ, അർത്ഥങ്ങൾ ഒക്കെ അവിടെ തുടങ്ങും. നമ്മളെ തുടക്കം അവിടുന്നാണ്. കൽബിലേക്ക് ഈ അള്ളാഹു നാമം കയറുന്ന ആ പ്രോസസ്സ്, അതിനാണ് എന്ത് പറയുന്നത്? ഈമാൻ എന്ന് പറയുന്നത്. ഒരുപാട് നിർവചനങ്ങളൊന്നും ആവശ്യമില്ല, സിമ്പിളാണ്. അള്ളാഹു എന്നുള്ള നാമം ഒരാളെ കൽബിലേക്ക് കയറുന്ന സമയത്ത് അവന് ഈമാൻ കിട്ടി. കാരണം നിശ്ചയിച്ചവരല്ലാത്ത ഒരാളെ കൽബിലേക്ക് അത് കയറൂല. അവിടെ നമ്മൾ ഈ ജാസിയത്ത് കൊടുക്കുന്നവൻ എത്ര വലിയ കാമ്പിലാണെങ്കിലും എന്ത് സംഭവിക്കൂല? അള്ളാഹുവിന്റെ ഇതിനും സമ്മതവും ഇല്ലാതെ ഇത് സംഭവിക്കൂല. പിന്നെ ഈ ഒരു കാര്യം കൊണ്ട് ആള് മൂമിനാവുന്നു, പിന്നെ കൊടുക്കുന്ന ഷെയ്ഖ് കാമിലാണ് എന്നൊക്കെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. ഇതെല്ലാം ഇതിനെ ചുറ്റിപ്പറ്റിക്കൊണ്ട് നിൽക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ അത്തരം ഒരു കൽബ് കിട്ടിയവരാണ് മൂമിനായ മനുഷ്യൻ. അതേപോലെ തന്നെ കൽബ് പ്രകാശിച്ചവൻ. അത്തരം ഒരു കൽബിന് കാര്യം ഗ്രഹിക്കാൻ സാധിക്കും. അള്ളാഹു പറയുന്ന എല്ലാ കാര്യങ്ങളും ഗ്രഹിക്കാൻ സാധിക്കും. അവര് ഖുർആൻ ഓതിയോണ്ട് പ്രയോജനമുണ്ട്, അവര് ഹദീസ് വായിച്ചതുകൊണ്ട് പ്രയോജനമുണ്ട്, അള്ളാഹുവിന്റെ മശായിഖന്മാരെ വാക്കുകൾ കേൾക്കുമ്പോൾ പ്രയോജനമുണ്ട്, അതേപോലെ ഇബാദത്ത് എടുത്താൽ പ്രയോജനമുണ്ട്. എല്ലാ കാര്യങ്ങളൊക്കെ പ്രയോജനമുണ്ട്. കാരണം ഗ്രഹിക്കുന്ന കൽബ് കിട്ടിയിട്ടുണ്ട്. പിന്നെ കൽബ് എല്ലാ കാര്യങ്ങളും അള്ളാഹുവിൻ്റെതായ രീതിയിൽ ഗ്രഹിക്കും. അതാണ് ഈ ഖുർആൻ ആയത്ത് പറയുന്നത്. അപ്പൊ അത്തരക്കാരെ ആളുകൾ കൽബ് പ്രകാശിച്ചവരാണ്. എന്നാൽ അത്തരം കൽബ് കിട്ടിയിട്ടില്ല എങ്കിൽ എന്താണ്? അത് ഉപയോഗശൂന്യമാണ്, അത് നരകത്തിലേക്കുള്ള യാത്രയാണ്. അപ്പൊ അത്തരക്കാരെ കുറിച്ചാണ് ഈ ആയത്തില് പറയുന്നത്, ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ എന്ന്. ആദ്യം ആയത്തിൽ പറഞ്ഞ വിഷയം കൽബിന്റെ വിഷയമാണ്. കൽബ് അങ്ങനെ ആയി കഴിഞ്ഞാൽ പിന്നെ അവന്റെ ചെവി കൊണ്ടും ഉപയോഗമില്ല, കണ്ണുകൊണ്ട് ഉപയോഗമില്ല, മറ്റൊന്നുകൊണ്ട് ഉപയോഗമില്ല. കാരണം മനുഷ്യൻ പഞ്ചേന്ദ്രിയം കൊണ്ടാണ് അറിവുകൾ അറിയുന്നത്. അവൻ ഈ ഒരു നാച്ചർ, പ്രകൃതിയിൽ നിന്നും കാര്യങ്ങൾ സ്വീകരിക്കുന്നത്, അറിവ് അവൻ സ്വീകരിക്കുന്നത് പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ടാണ്. ഈ പഞ്ചേന്ദ്രിയങ്ങളാണ് കണ്ണ്, അതേപോലെ കാത്, മൂക്ക്, അതേപോലെ നാവ്, പിന്നെ തൊടുന്ന അറിവ്, തൊട്ടറിവ്. ഈ അറിവുകളോടൊക്കെ അവൻ അറിവ് സ്വീകരിച്ചു കൊണ്ടിട്ടുണ്ടാവും. പക്ഷെ ആത്മീയതയിലേക്കും അള്ളാഹുലേക്കും അറിവൊന്നും ഉപകരിക്കൂല. കാരണം കൽബുണർന്നവൻ മനസ്സിലാക്കുന്ന പോലെയല്ല ഇവൻ മനസ്സിലാക്കുക. ഇവന്റെ അറിവെല്ലാം ശൈത്താനത്തിലേക്ക് കൊണ്ടുപോവുക. കണ്ണുകൊണ്ട് കാണുന്ന കാര്യങ്ങളെല്ലാം അവൻ ശൈത്താനത്തിലേക്ക് ഉപകരിക്കുള്ളൂ, അള്ളാഹുലേക്ക് എത്തൂല. ഇവൻ നന്മയുടെ കാര്യങ്ങളാണെങ്കിൽ പോലും കൽബുണരാതെയാണ് ഖുർആനിലേക്ക് നോക്കുന്നതെങ്കിൽ അവൻ എന്തായി പോവും? വഴി വഴിച്ചു പോവും. അതുകൊണ്ടാണ് ഖുർആനെ കുറിച്ച് അല്ലാഹു തആല തന്നെ പറയാൻ കാരണം. ഖുർആൻ ഒരുപാട് പേർക്ക് വഴി കാണിക്കുന്നുണ്ട്, അതേപോലെ വഴി പഴപ്പിക്കുന്നുണ്ട് എന്നുള്ളത്. അങ്ങനെ ഖുർആൻ തന്നെ പറയുമ്പോൾ നമ്മൾ വിശ്വസിക്കണ്ടേ? ഖുർആൻ വഴി പഴപ്പിക്കുന്നതും കൂടി എന്താന്നുള്ളത്. അപ്പൊ വഴി പഴപ്പിക്കുന്നത് ആരെയാണ്, വഴി പഴപ്പിക്കാത്തത് ആരെയാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കൂല. നമ്മൾ ഖുർആൻ നിരന്തരം ഓതിക്കൊണ്ടിരിക്കുന്നുണ്ട്. അല്ലാഹു തആല പറഞ്ഞിരിക്കുന്ന നമ്മൾ ഏത് ഗ്രൂപ്പിലാപ്പോഴും നമ്മളെങ്ങനെ അറിയാം? നമ്മൾ ഭയപ്പെടേണ്ടതല്ലേ? ചിന്തിക്കുന്നവർക്ക് അതിൽ വലിയൊരു ഭയപ്പാടുണ്ട്, ചിന്തിക്കാത്തവർക്കൊക്കെ കണക്കാണ്. പക്ഷെ ചിന്തിക്കൂല. കൽബ് ഉണർന്നവരല്ലാതെ ചിന്തിക്കാനും സാധ്യമല്ല. അല്ലെങ്കിൽ പിന്നെ കൽബ് ഉണരാൻ പോകുന്നവരായിരിക്കണം, വിധിയുള്ളവരായിരിക്കണം. അവർക്ക് ചിന്ത വേറും. അതാണ് പറയുന്നത്, വലഹും അഫീനും ലാ യബ്സുറൂന ബിഹാ. അവർക്ക് കണ്ണുകളുണ്ട്,
പക്ഷെ അതുകൊണ്ട് അവർ കണ്ടറിയുകയില്ല. കണ്ണുകൾ വെറും ബാഹ്യമായ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം അവർ ഉപയോഗിക്കൂ. മനുഷ്യനൊഴികെയുള്ള മഖ്ലൂഖ്യങ്ങൾ എന്തിനു വേണ്ടിയാണ് കണ്ണുപയോഗിക്കുന്നത്? അത്തരം കാര്യങ്ങൾക്ക് കണ്ണുപയോഗിക്കൂ. മനുഷ്യൻ്റെതായിട്ടുള്ള ഒരു രീതിയിൽ അവൻ കണ്ണുകൊണ്ട് ഒന്നും കണ്ടറിയൂല. അള്ളാഹുലേക്ക് എത്താനുള്ള ഒന്നിലും അവൻക്ക് യാതൊരു ഉപകാരം ഉണ്ടായിരിക്കൂല, കൽബുണർന്നില്ല എങ്കിൽ. പിന്നെ പറയുന്നത് എന്താണ്? വലഹും ആദാനുൻ ലാ യസ്മഊന ബിഹ. അവർക്ക് കാതുകളുണ്ട്, അതുകൊണ്ട് അവർ കേട്ടറിയുകയില്ല. കാതുകൾ ഉണ്ടായിട്ടും കാര്യമില്ല, കാരണം കൽബുണരാത്ത കാരണം കൽബിലൂടെ കിട്ടേണ്ട ഒരു ബ്ലെസ്സിങ്, പ്രകാശം അവന് കിട്ടൂല. അതുകൊണ്ട് കാതുകൊണ്ട് കേൾക്കുന്നതിലൊന്നും അവന് ഉപകരിക്കൂല, അതവന് കേട്ടറിയാന് അവന് ഉപകാരപ്പെടൂല. കേട്ടറിയ വലിയൊരു വിഷയമാണ്. ഒരു മനുഷ്യന് ആദ്യം കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് കേട്ടറിഞ്ഞുകൊണ്ടാണ്. ഷെയ്ഖിൽ നിന്നും ഒരു മുരീദിലേക്ക്, ഉസ്താദിൽ നിന്നും ശിഷ്യനിലേക്ക് ഒക്കെ കാര്യങ്ങൾ ഗ്രഹിക്കപ്പെടുന്നത് ഘട്ടം ഘട്ടമായിട്ടാണ്. അതിന് കേട്ടറിവ് കൂടിയേ തീരുള്ളൂ. ഒരു മനുഷ്യന് 2-3 വാക്ക് പറയുമ്പോൾ നിഷേധിയാവുന്നുണ്ടെങ്കിൽ അവന് പിന്നെ യാതൊരു മാർഗവുമില്ല. കാരണം ഇത് മെല്ലെ കാതിലേക്ക് കയറിക്കൊണ്ട് സ്വീകരിക്കാനുള്ളതാണ്. അതുകൊണ്ടാണ് സൂഫിയാക്കളിൽപ്പെട്ട മഹാനായ അബൂ യസീദ് ബിസ്താമി റഹ്മത്തുള്ളാഹി പറയാൻ കാരണം, ഒരു മനുഷ്യൻ ചോദിച്ചു, ഈ മാർഗത്തിൽ ഏറ്റവും ഉത്തമമായ കാര്യം, ഏറ്റവും അത്യാവശ്യമായ കാര്യം എന്താന്ന് ചോദിച്ചു. അപ്പൊ ആദ്യം പറഞ്ഞ ഉത്തരം ഒരു ശ്രദ്ധിച്ച് കേൾക്കുന്ന ഒരു കാത് എന്നാ പറഞ്ഞത്. വേറൊരു അവയവത്തെയും പറഞ്ഞിട്ടില്ല, കാതിനെ കുറിച്ചാണ് പറഞ്ഞത്. കാരണം ക്ഷമയുള്ളവർക്കും തൗഫീഖുള്ളവർക്കും മാത്രമേ സാധ്യമാവുള്ളൂ. ഒരു പക്ഷേ എന്റെ ബുദ്ധി കുറവ് കൊണ്ട്, എന്റെ ചിന്ത കുറവ് കൊണ്ട്, എന്റെ ന്യൂനത കൊണ്ട് എനിക്കിത് മനസ്സിലാകാത്തതായിരിക്കാം. ഇനിയും കേൾക്കുകയാണെങ്കിൽ ഒരു പക്ഷേ അത് മനസ്സിലായേക്കാം എന്നുള്ള ഒരു പ്രതീക്ഷ, ഒരു ഭാവന അവനുള്ളിൽ വരണം, എങ്കിലും ഉപകാരപ്പെടുള്ളൂ. പക്ഷെ ശൈത്താനിയത്ത് നിറഞ്ഞ ഒരാൾക്ക് ഇത് സാധ്യമാവൂല. അവന് 1-2 വാക്യങ്ങൾ 1-2 ദിവസങ്ങൾ കഴിയുമ്പോൾ ഒഴിവാക്കി പോകും. തൗഫീഖ് ഇല്ലാത്തതുകൊണ്ടാണ്, അള്ളാഹുവിന്റെ വിധിയില്ല. ആ വിധിയുള്ളവർക്ക് ഇത് ഉപകാരപ്പെടും. കാരണം നേരത്തെ പറഞ്ഞ പോലെ വിധിയുള്ളവർക്ക് ഈ കാത് കൊണ്ട് കേട്ടറിയാൻ സാധിക്കും. കാരണം അവന് ഭാവിയിലെങ്കിലും ദാക്കിരെ കൽബിയാൻ പോകുന്ന ആളാണ്, അഥവാ മൂമിനാകാൻ പോകുന്ന ആളാണ്. അതുകൊണ്ടാണ് സാധിക്കുന്നത്, അല്ല എങ്കിൽ സാധിക്കൂല. ഇത്തരം ആളുകളാണ് ആര്? ഊലായിക്കൽ അന്നാമി. അവര് കന്നുകാലികളെ പോലെയാണ്. കന്നുകാലികളെ പോലെ എന്ന് പറയാൻ കാരണം എന്താണ്? അള്ളാഹുവിന്റെ റസൂലിന്റെ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിൽ പറയുന്നുണ്ട്, മനുഷ്യനും അതേപോലെ തന്നെ കന്നുകാലികളും തമ്മിൽ വ്യത്യാസം, ലത്തായിഫിന്റെ വ്യത്യാസം എന്നുള്ളത്. അഥവാ മനുഷ്യന്റെ ഉള്ളിൽ ആത്മാക്കളുണ്ട്, മനുഷ്യന്റെ ഉള്ളിൽ ആത്മീയമായ ഒരുപാട് സംഗതികളുണ്ട്. 2 തരം ആത്മാക്കളുണ്ട്, സമാഹി അർവാഹും ഉണ്ട്, അർസി അർവാഹും ഉണ്ട്. സമാഹി അർവാഹ് എന്ന് പറഞ്ഞാൽ ആകാശത്തിൽ നിന്നും വരുന്ന ആത്മാക്കള്, ആകാശത്തോട് ബന്ധപ്പെട്ട ആത്മാക്കള്, അഥവാ അഭൗതികമായ ആത്മാക്കള്, അഥവാ ഉപരിലോക ആത്മാക്കള്. ഇങ്ങനെ ഒരു സെറ്റ് ആത്മാക്കൾ മനുഷ്യന്റെ ഉള്ളിലുണ്ട്. ഈ ആത്മാക്കള് 6 എണ്ണാണുള്ളത്. നെഞ്ചില് 5 ആത്മാക്കളും അതേപോലെ തലയിലൊരു ആത്മാവും. ഈ നെഞ്ചിലുള്ള 5 ആത്മാക്കളിൽ ആദ്യം വരുന്ന ആത്മാവാണ് കൽബ്. ഇപ്പൊ കൽബ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ദാക്കിറെ കൽബിയായി തീരുന്ന സമയത്ത്, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ നാമം നമ്മളെ കൽബിലേക്ക് കയറുന്ന സമയത്ത് കൽബ് ഉണരുന്നുണ്ട്. ഈ ഉണരുന്ന സമയത്ത് അല്ലെങ്കിൽ തുറക്കപ്പെടുന്ന സമയത്ത് മറ്റ് 5 ആത്മാക്കളും ഈ കൽബിൽ നിന്നും പുറത്തു ചാടും. എന്നിട്ട് അതാതിന്റെ സ്ഥാനങ്ങളിൽ പോയി നിൽക്കും. ഇതാണ് ശരസുദർ എന്നറിയപ്പെടുന്നത്, അഥവാ കൽബ് തുറക്കപ്പെടുന്ന അവസ്ഥ. ഈ അവസ്ഥ ഉണ്ടായ സമയത്തിനെ പറ്റിയാണ് മക്ക ഫത്ഹ് എന്ന് പറയപ്പെടുന്നത്. ബാഹ്യമായ രീതിയിൽ മക്കം ഫത്ഹ് ചെയ്ത പോലെ ആ സമയത്ത് ഒരുപാട് മഹാത്മാക്കള്, സഹാബത്തിന്റെ കൽബ് ഒരുമിച്ച് ഉണർന്ന് അതില് കൽബിന്റെ അവസ്ഥ ഏറ്റവും പരിപൂർണമായി ഇബാദത്ത് എത്തിയ ഒരു സമയമാണത്. അഥവാ 1.25 ലക്ഷം ദിക്ർ ചെല്ലുന്ന അവസ്ഥ, അങ്ങനെയൊക്കെ ചില അവസ്ഥകളുണ്ട് കൽബിന്. ആ രീതിയിൽ എത്തിയത് കൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽബ് ശറഹ് ചെയ്തതിനെ കുറിച്ചിട്ടാണ് എന്ത് പറയുന്നത്? അലൻ നസ്റലക സദ്റക എന്നുള്ള സൂറത്ത് അവതരിച്ചത്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാല് ഈ കൽബില് ഈ 5 ആത്മാക്കളുണ്ട്, അതേപോലെ തന്നെ തലയിലൊരു ആത്മാവുണ്ട്. ഇതൊക്കെ ഉപരിലോക ആത്മാക്കളാണ്. ഇതേപോലെ മനുഷ്യന്റെ ജിസ്മ് പടക്കപ്പെടാൻ വേണ്ടി ഉപയോഗിച്ച ചില ആത്മാക്കളുണ്ട്. അതില് ഹയവാനി റൂഹ് ഉണ്ടാവും, നബാത്തി റൂഹ് ഉണ്ടാവും, അതേപോലെ തന്നെ ജമാദി റൂഹ് ഉണ്ടാവും. ഇനി ഈ 3നെയും കൂടാതെ മനുഷ്യനെ ഈ നാസൂത്യാലോകത്ത് പിടിച്ചു നിർത്താനും നാസൂത്യാലോകത്തിലേക്ക് ആവശ്യമായ കാര്യങ്ങൾ മനുഷ്യന് കൊടുക്കാനും വേണ്ടിയിട്ട് ഒരു നഫ്സും ഉണ്ടായിരിക്കും. ഇതെല്ലാം അടങ്ങിയതാണ് മനുഷ്യന്റെ ശരീരം. എന്നാൽ ഈ വക കാര്യങ്ങളില് ഈ ജിസ്മിലേക്ക് ആവശ്യമായ കാര്യങ്ങൾ മാത്രമാണ് ആരിലുള്ളൂ? കന്നുകാലികളിലുള്ളൂ. അഥവാ ജമാദി റൂഹും നബാത്തി റൂഹും അതേപോലെ തന്നെ ഹയവാനി റൂഹും. മലയാളത്തിൽ പറയുകയാണെങ്കിൽ ലോഹാത്മാവ്, അതേപോലെ തന്നെ സസ്യാത്മാവ്, അതേപോലെ ജന്തുവിന്റെ ആത്മാവ്. ജീവാത്മാവ് എന്ന് പറയാം, അല്ലെങ്കിൽ ജന്തുവിന്റെ ആത്മാവ് എന്ന് പറയാം, അല്ലെങ്കിൽ മൃഗാത്മാവ് എന്ന് പറയാം.
അങ്ങനെ ഈ 3 ആത്മാക്കളും ജന്തുവിലുണ്ട് അഥവാ മൃഗത്തിലുണ്ട്. എന്നാൽ മനുഷ്യനിൽ ഇതും ഉണ്ട് അതും ഉണ്ട്. പക്ഷെ മനുഷ്യന് കൽബ് തുറക്കപ്പെട്ടിട്ടില്ല. എന്താ അവസ്ഥ? കൽബ് തുറക്കപ്പെട്ടിട്ടില്ല എങ്കിൽ മനുഷ്യനും മൃഗം എന്താ വ്യത്യാസമുള്ളത്? ഒരു വ്യത്യാസമില്ല. അതുകൊണ്ടാണ് അഹ്നാമി അള്ളാഹ് പറയാൻ കാരണം. മനുഷ്യന് കൽബ് തുറക്കപ്പെട്ട് കഴിഞ്ഞാല് ഈ കൽബും ഉണ്ടാവും, ബാക്കി 5 ആത്മാക്കൾ എക്സ്ട്രാ ഉണ്ടാവും. അപ്പൊ കൽബെങ്കിലും ഉണരുമ്പോഴാണ് ആരാവുന്നത്? മനുഷ്യൻ എന്നുള്ള പദത്തിന് അനുയോജ്യനാവുന്നത്. അങ്ങനെ കൽബ് തുറക്കപ്പെട്ടിട്ടില്ല എങ്കിൽ ആരായി? അത് മനുഷ്യന്റെ അവസ്ഥ മൃഗത്തിന്റെ അവസ്ഥ പോലെ തന്നെ. യാതൊരു വ്യത്യാസം അള്ളാഹുവിന്റെ കണ്ണിലില്ല. അള്ളാഹുവിന്റെ മഹാന്മാരെ കണ്ണിലുമില്ല, പ്രവാചകന്മാരെ കണ്ണിലുമില്ല. ജനങ്ങളെ കണ്ണിൽ രണ്ടും ഒരേപോലെ തോന്നും. അത് വേറെ വിഷയം. കാരണം അവർക്ക് കാഴ്ചയില്ലാത്ത കാരണമാണത്. പക്ഷെ അള്ളാഹുവിന് കാഴ്ച ഉള്ളതിന്റെ പേരിലാണ് അള്ളാഹു തആല ഇങ്ങനെ പറയുന്നത്. അവരാരാണ്? കൽ അൻഹാമി, കന്നുകാലികളെ പോലെയാണ്. പക്ഷെ പിന്നെ അള്ളാഹു വീണ്ടും പറയുന്നുണ്ട്, അല്ല, കന്നുകാലികളൊക്കെ മോശം എന്ന് പറയുന്നുണ്ട്. ബൽ ഹും അദല്ല്. എന്താ കാരണം? ഈ പറഞ്ഞ മൃഗാത്മാവ്, സസ്യാത്മാവ്, അതേപോലെ ലോഹാത്മാവ്, അത് മനുഷ്യനും മൃഗത്തിലും ഉണ്ട്. ആവശ്യത്തിൽ രണ്ടുപേരും തുല്യാണ്. എന്നാൽ മനുഷ്യനിൽ വേറൊരു സംഗതിയും കൂടിയുണ്ട്, നെഫ്സ്. അതാരിലില്ല, മൃഗത്തിലില്ല. അപ്പോ കൽബ് ഉണരാത്തൊരു മനുഷ്യനില് ഈ 3 ആത്മാക്കളുടെയും കൂടി എക്സ്ട്രാ ഒരു സാധനം വന്ന്, അഥവാ ശൈത്താനി നഫ്സ് വന്നുകൊണ്ട് മനുഷ്യനെ കൊണ്ട് വീണ്ടും നെഗറ്റീവായ കാര്യങ്ങൾ കൊണ്ടുപോകുന്നുണ്ട്. ഒരുപാട് നാറ് കയറ്റുന്നുണ്ട്, ഒരുപാട് തെറ്റുകൾ ചെയ്യിപ്പിക്കുന്നുണ്ട്. ഇത്തരം കാര്യങ്ങൾ കൊണ്ട് മനുഷ്യൻ വീണ്ടും അധപതിക്കുകയാണ്. മൃഗത്തിന്റെ അവസ്ഥയിൽ നിന്ന് വീണ്ടും താഴോട്ട് പോവുകയാണ്. അതുകൊണ്ട് ബൽഹും അദല്ല് എന്ന് പറയാൻ കാരണം. അല്ലാതെ വെറുതെ വാക്കുകൊണ്ട് അമ്മാനെ പാടുന്ന വിഷയങ്ങളല്ലത്. ബാക്കി ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. അസ്സലാമു അലൈക്കും.